വീട്ടു സാധനങ്ങളൊക്കെ ഏറിയ 2-3 ദിവസത്തേക്കേ കാണുള്ളൂ. അത് സാരമില്ല, വേണ്ട സാധനങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി. ഡോർ ഡെലിവറി ഉണ്ടല്ലോ. അത് വേണ്ട വേപ്പി, ഒന്നും വാങ്ങണമെന്നില്ല. ഒരു വീട്ടമ്മ എന്ന നിലയിൽ അടുക്കളയിലെ കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. വിളിച്ചു പറഞ്ഞാൽ വേണ്ട സാധനങ്ങൾ വീട്ടിലെത്തുമെന്ന് എനിക്കും അറിയാം. പക്ഷെ ഇതൊരു വീടാകണമെങ്കിൽ വേണ്ടത് സമാധാനവും സ്വസ്ഥതയാണ്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? എവിടെയാ വിളിച്ച് പറയേണ്ടത്? ബിപി അവിടെ ഇരിക്ക്, എനിക്ക് സംസാരിക്കണം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, ബിപി കേട്ടേ പറ്റൂ. എത്ര നാളാ എന്നെ അപ്പൂനെയും ഇങ്ങനെ പുറംലോകം കാണാതെ പൂട്ടിയിടാൻ തീരുമാനിച്ചിരിക്കുന്നത്? 1 മാസത്തേക്കോ? അതോ 1 വർഷത്തേക്കോ? അതോ ഞങ്ങളുടെ മരണം വരെയോ? എത്ര നാളത്തേക്കായി തടവ് ശിക്ഷ? അതൊന്ന് പറഞ്ഞതാ. തടവും ശിക്ഷയൊന്നും നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, നിങ്ങളോടൊപ്പം ഞാനും അതൊക്കെ അനുഭവിക്കുന്നു. എത്ര നാളായാലും അവളെ മനസ്സ് മാറുന്നവരെ ഇത് തുടരാനാ തീരുമാനം. ഇല്ല, അവിടെ വിപിക്ക് തെറ്റി. നിങ്ങളിനി ആയുഷ്കാലം മുഴുവൻ പൂട്ടിയിട്ടാലും ഈ പ്രവൃത്തിക്ക് മുന്നിൽ അവളുടെ മനസ്സ് മാറില്ല. അവളുടെ വാശി കൂടുകയുള്ളൂ. കൂടുന്നെങ്കിൽ കൂടട്ടേന്നേ, വാശി എനിക്കുണ്ട്. അവളുടെ അച്ഛനാ ഞാൻ. അപ്പം ഞാൻ പറയുന്ന അവളെ അനുസരിക്കണം. അല്ലാതെ ഞാനല്ല അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കേണ്ടത്. താൻ ആദ്യം അത് മനസ്സിലാക്കുക. എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാ ഞാൻ വിപിയോട് ഇപ്പൊ സംസാരിക്കുന്നത്. നോക്ക്, അപ്പുവിന്റെ പ്രശ്നം ഇങ്ങനെയല്ല പരിഹരിക്കാൻ നോക്കേണ്ടത്. സ്വയം പ്രഷറിലാവുകയോ അല്ലാതെ അവളെ പ്രഷറിലാക്കിയോ അല്ല ഇതിനൊരു പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ എങ്ങനെ വേണമെന്നാ താൻ പറയുന്നത്? സ്നേഹിച്ചും ശാസിച്ചും ഉപദേശിച്ചും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതല്ലേ. ഇതിലപ്പുറം ഞാൻ എന്തു വേണം? അവള് കാരണം എന്തൊക്കെ ഞാൻ അനുഭവിച്ചു, ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. വയ്യ ഗീത, പുറത്തിറങ്ങിയ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പേടിയാ എനിക്ക്. സ്വസ്ഥമായി എനിക്ക് എന്റെ തൊഴിലെടുക്കാൻ കഴിയുന്നില്ല. മനസ്സിരുത്തി ഒന്നും വായിക്കാനോ എഴുതാനോ കഴിയുന്നില്ല. ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാനോ ഒരു നേരത്തെ ആഹാരം സമാധാനത്തോടെ കഴിക്കാനോ പറ്റുന്നില്ല. എന്തിനാ ഗീത ഇങ്ങനൊരു ജീവിതം? ഇതിലും ഭേദം എല്ലാം അടച്ചുപൂട്ടി ഇവിടെ ഇങ്ങനെ കഴിയുന്നത് തന്നെയാ. വിശപ്പോ ദാഹോ ഉറക്കോ ഇല്ലാതെ ഇതിനുള്ളിൽ എല്ലാവർക്കും കൂടി എരിഞ്ഞടങ്ങി അങ്ങ് തീരാന്നേ. സ്വയം അത് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ ചെയ്താ ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ പത്രത്തിൽ നമ്മുടെ ഫോട്ടോ നോക്കി ചിരിക്കും. ഇങ്ങനൊരു പോഴന്റെ ഉപദേശം കേട്ടുകൊണ്ടാണല്ലോ ജീവിത വിജയം നേടാൻ ഇറങ്ങിയതെന്ന് പരിഹസിക്കും. മരിച്ചാലും എന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ പോകുന്നില്ല. കൊള്ളാം, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. നന്നായി. ഈ ഒളിച്ചോട്ട് ഒരു ആത്മഹത്യ തന്നെയാ. മറ്റേത് ഒറ്റയടിക്ക് അവസാനിപ്പിക്കുന്നു. ഇത് ഇഞ്ചി ഇഞ്ചായി നരകിച്ച് മരിക്കുന്നു. ആദ്യത്തെക്കാൾ ഭീകരമാണ് ഈ അവസ്ഥ. ഞാൻ പിന്നെ എന്ത് വേണം? അതുകൂടി താൻ എനിക്കൊന്ന് പറഞ്ഞതാ. അതെ, അത് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. ഈ ഭ്രാന്തൊന്ന് മതിയാക്ക്, അതാണ് ആദ്യം വേണ്ടത്. ഭ്രാന്തോ? ആർക്ക്? ആർക്കാ ഭ്രാന്ത്? അതെ, ഇത് ഭ്രാന്ത് തന്നെയാ. ഭാര്യയും മകളെയും പൂട്ടിയിട്ട് സ്വയം തടവ് ജീവിതം ആസ്വദിക്കുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തി ഭ്രാന്ത് തന്നെയാ. നിങ്ങളായിട്ടത് മതിയാക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാനായിട്ടത് അവസാനിപ്പിക്കാൻ പോവാ. കണ്ടും കേട്ടും അനുഭവിച്ചും അത്രയ്ക്ക് മതിയാ എനിക്ക്. എന്താ താൻ പറഞ്ഞത്? മതിയായെന്നോ? എന്ത് മതിയായെന്ന്? ആരെ മതിയായെന്ന് പറയണം. എന്നെ മതിയായെന്നോ അതോ എന്നോടൊപ്പമുള്ള ജീവിതം മതിയായെന്നോ? പറ. ജീവിതം? ഇതിനെ ജീവിതം എന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ വിളിക്കാൻ വിപി ഇപ്പോഴും ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം എനിക്കും അപ്പൂനും ആവശ്യമില്ല. എന്ന് വെച്ചാ എന്താ താൻ ഉദ്ദേശിക്കുന്നത്?
എന്റെ കൂടെ കഴിയാൻ താല്പര്യമില്ലെന്നോ? നിങ്ങളുടെ കൂടെ ഈ വീട്ടില് നിങ്ങളുടെ ഭാര്യയായിട്ട് അപ്പുവിന്റെ അമ്മയായിട്ട് കഴിയണമെന്ന് തന്നെ ആഗ്രഹം. എന്നുവെച്ച് ഇപ്പൊ ജീവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഈ തടവ് ജീവിതത്തിൽ എനിക്ക് താല്പര്യമില്ല. അതിന് ഞാൻ തയ്യാറുമല്ല. എനിക്ക് എന്റെ മോളും ഭർത്താവും ഒത്ത് പണ്ടത്തെ പോലെ സ്വസ്ഥമായിട്ട് കഴിയാൻ ആഗ്രഹം. മോളോ? ഏത് മോള്? അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ തനിക്ക്? പറയടോ, പറ്റുമോ തനിക്കതിന്? അവളെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ അവളെന്റെ മോളാണെന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറയും. അവളെ കൊണ്ട് ഞാനത് പറയിക്കും. അതിനാ എന്റെ ശ്രമവും. പറ്റില്ല ഗീത. താൻ എത്ര ശ്രമിച്ചാലും തന്നെ കൊണ്ട് തന്നെ സാധിക്കില്ല. അത് മനസ്സിലായപ്പോഴാ ഞാൻ ഈ തീരുമാനമെടുത്തത്. വി പിയുടെ എന്റെയും വഴി രണ്ടും രണ്ടാണ്. ഇത്രയും നാളും ഞാൻ വി പിയുടെ വഴി നടന്നില്ലേ? അത് വിജയിച്ചില്ലല്ലോ. ഇനി ഞാൻ എന്റെ വഴിയൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ദയവേത് വി പി അതിന് തടസ്സം നിൽക്കരുത്. അപ്പുവിന്റെ മുറി ഞാൻ അൺലോക്ക് ചെയ്യാൻ പോവാണ്. ഇനി ഈ വീട്ടിൽ ആരെയും പൂട്ടിയിടാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് വി പി ആയിട്ട് പൂട്ടിയ പൂട്ടൊക്കെ വി പി ആയിട്ട് തന്നെ തുറക്കണം. നോ, അത് നടക്കില്ല. നടക്കും, നടക്കണം. അല്ലെങ്കിൽ എനിക്ക് അപ്പുവിന് വേറെ വഴി നോക്കേണ്ടി വരും.